ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ മുഹറമിലാണ് നമ്മളുള്ളത്. നോമ്പ് നോൽക്കാൻ പറ്റിയ മാസമാണ്. പ്രത്യേകിച്ച് ആശൂറാവും താസുആവും മുഹറം 9 എന്നും 10 എന്നും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. 10 എന്നത്തെ പ്രതിഫലം യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായ ചെറുപാപങ്ങളൊക്കെ പൊറുപ്പിക്കും, മാഫാക്കി കിട്ടും. ആശൂറാൻ്റെ നോമ്പറ്റൽ എന്താ നോറ്റൂടെ, കളാണെങ്കിൽ അതും വീട്ടാം. താസുആയോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലഇം ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം വരെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ, അടുത്തുള്ള ഞാൻ ബാക്കിയാണെങ്കിൽ ലാസൂമന്നത്താസിയ, നിശ്ചയം ഞാൻ 9 എന്ന് നോൽക്കും. ഫമാത ഖബ്ലഹു, ഹബീബ് അതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. എന്നാൽ എന്തിനാപ്പോ താസുആൻ്റെ നോൽക്കുന്നത്? അതിൽ യുക്തി എന്താ? ജൂതന്മാർ ഓല് ആശൂറാൻ്റെ നോമ്പ് നോൽക്കും. അപ്പോൾ അവരോട് മുഖാലഫയാണ് വേണ്ടത്, മുവാഫിക്കല്ല. ഓലോട് എതിരാവണം. കണ്ടില്ലേ? വൽ ഹിക്മത്തു മുഖാലഫത്തുൽ യഹൂദി, ജൂതന്മാരോട് എതിരാവലാണ് ഈ 9 അന്നും കൂടും നോൽക്കാനുള്ള യുക്തി. ഓല് ആശൂറ 10 അന്ന് മാത്രം നോൽക്കും. അപ്പോൾ നമ്മൾ 10ഉം 9ഉം നോൽക്കുക. വമിൻ സമ്മ സുന്ന ലിമൻ ലം യസും, 9 നോൽക്കാത്ത ആളുകൾക്ക് സൗമുൽ ഹാദി അശർ, 11 അന്ന് നോൽക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ മുഖാലഫ് ഉണ്ടായല്ലോ എന്നല്ല. ബൽ വഇൻ സോമഹു, 9 അന്ന് നോറ്റാലും 11 സുന്നത്തുണ്ട്. ലി ഖബരിൻ ഫീഹി, അതിൽ ഹദീസൊക്കെ ഉണ്ട്. എന്നാൽ വമ്മ അഹാദീസുൽ ഇക്തിഹാരി വൽ ഗുസ്ലി വത്തതയ്യുബി ഫി യൗമി ആശൂറാ, ആശൂറാ നാളിൽ, ആശൂറ എന്ന മുഹറം 10 പകലിൽ പ്രത്യേകം ഒരു സുഗന്ധം പുരട്ടുക, പ്രത്യേക ഒരു കുളി, ഒരു സുറുമയിടുക. മുഹറം 10 എന്ന് വിജയ സുറുമയിടുക. ഇത് ചില ഹദീസുകളൊക്കെ ഉണ്ട്. ആ ഹദീസുകളൊക്കെ നുണയന്മാർ പടച്ചുണ്ടാക്കിയ ഹദീസുകളിൽ പെട്ടതാണ് എന്ന് ശരിയല്ല. വേണ്ടത് ചെയ്യേണ്ടതും പാലിക്കേണ്ടതും നിർവഹിക്കേണ്ടതൊക്കെ നമ്മളെ ഇമാമികൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ഖൈറുകളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.